നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രം അതിൻ്റെ പണിയുടെ അവസാന ഘട്ടത്തിലേക്ക് സമൃദ്ധമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംരംഭത്തെപ്പറ്റി നമ്മുടെ നാട്ടിൽ പലവിധമായ ചിന്താ സമീപനങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എന്നവർക്കും അറിയാം. ഇതിനെപ്പറ്റി അല്പം വേറിട്ട ഒരു കാഴ്ചപ്പാട് എനിക്കുള്ളത് കൊണ്ടാണ് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ആദ്യമായി പറയട്ടെ, ആരാധന ആലയങ്ങൾക്ക് അല്പം പോലും വിലയുണ്ട് എന്ന്, അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ആത്മീയമായ പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തെ ആരാധിക്കുന്നതിന് മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങൾ അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യൻ്റെ ഒരു ടെനൻ്റായിട്ട് ദൈവം വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധി അല്ലെങ്കിൽ സാമീപ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഭൂമിയുടെ ചില തുണ്ടുകളിൽ മാത്രമാണ് പരിമിതപ്പെട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല. പുരോഹിതവർഗത്തിൻ്റെ ക്രിയകളും ആംഗ്യങ്ങളും അനുസരിച്ചാണ് ദൈവത്തിൻ്റെ മനസ്സ് തുടിക്കുന്നത് എന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. ദൈവം സർവ്വവ്യാപിയാണെന്നും ദൈവത്തിൻ്റെ സ്നേഹവും നീതിബോധവും കരുണയും എല്ലാ ചരാചരങ്ങളെയും, മനുഷ്യരും മനുഷ്യരല്ലാത്തതുമായ എല്ലാ ചരാചരങ്ങളെയും നിരന്തരമായി പരിപോഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്നും അതിനതിരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ മേൽ ഒരു ലേബൽ ഒട്ടിക്കുവാൻ ആരും ശ്രമിക്കരുത് എന്നത് എൻ്റെ നിർബന്ധമാണ്. ഞാൻ അപ്രകാരമാണ് ഇത് കാണുന്നത്. ഇതെൻ്റെ അടിയുറച്ച വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പള്ളി പണിതു, ക്രിസ്ത്യൻ പള്ളി പണിതു, അല്ലെങ്കിൽ ഒരു വലിയ മുസ്ലിം മോസ്ക് പണിതു, അല്ലെങ്കിൽ അഭിമാനഭാജനമായ ഒരു വലിയ അമ്പലം പണിതു, അതൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നതേ ഇല്ല. എങ്കിലും ഈ ഒരു സംഭവത്തെപ്പറ്റി വളരെയധികം ചിന്തകളും വിവാദങ്ങളും ചിലയിടങ്ങളിൽ അമർഷവും, പ്രത്യേകിച്ച് രാഷ്ട്രീയമായ വിവാദം ഇത് സംബന്ധിച്ച് മനഃപൂർവ്വമായി സൃഷ്ടിക്കുന്നത് കൊണ്ട്, അതിപ്പോൾ മാധ്യമങ്ങളിൽ മുറ്റി നിൽക്കുന്നത് കൊണ്ടാണ് മാത്രമാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. ഈ സമയത്ത് ഞാൻ ഏറ്റവും ആദ്യമായും വ്യക്തമായും ഓർക്കുന്നത് ഒരു വ്യക്തിയെയാണ്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ അല്പം ക്ഷമയോടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് വിഷ്ണു ഹരി ദാൽമിയ. വിഷ്ണു ഹരി ദാൽമിയ ആരായിരുന്നു? വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നാഷണൽ പ്രസിഡൻ്റായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ എനിക്ക് ഇടയായത്. അദ്ദേഹമാണ് ആദ്യം എന്നെ ഫോണിൽ വിളിച്ചത്. ഫോണിൽ വിളിച്ചതെന്നെ ശകാരിക്കാനാണ് എന്ന് മാത്രമല്ല, ഭീഷണിയും നൽകി. അതിൻ്റെ കാരണം, ഞാൻ 2002 ഗുജറാത്ത് റയറ്റിനെ പറ്റി ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. എൻ്റെ പേര് ഹാർവെസ്റ്റ് ഓഫ് ഹെയ്റ്റ് എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ കോപം വന്നു. എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് നിങ്ങളുടെ കാര്യമല്ല, നിങ്ങൾക്കിതിൽ കൈകടത്തേണ്ട കാര്യവുമില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ മനുഷ്യൻ എവിടെയൊക്കെ കഷ്ടം അനുഭവിക്കുന്നു അവിടെയൊക്കെ എൻ്റെ തന്നെ പ്രശ്നമാണ് എന്നതാണ് എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞപ്പോൾ വളരെ കുപിതനായി. അന്ന് ഞാൻ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷനിൽ ഡൽഹി സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി ചെയ്യുന്ന കാലമാണ്. അപ്പോൾ പറഞ്ഞു, സർക്കാർ നിന്നെ എൻ്റെ ജീവൻ സംരക്ഷിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയും ഇടപെടരുത്, അപകടമാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, അപകടം വരുന്നെങ്കിൽ വരട്ടെ, പക്ഷേ മനസാക്ഷി അനുസരിച്ച് നിലപാടെടുക്കുകയും പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ തീരുമാനം. അപ്പം അങ്ങനെ
ശത്രുതയിൽ ആരംഭിച്ച ആ ഒരു ഏറ്റുമുട്ടൽ അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ആഴമേറിയ ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അത് വളരുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷ് BBC-യുടെ ഒരു ഡിസ്കഷനിൽ അദ്ദേഹവും ഞാനും പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കി. അന്ന് തന്നെ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് എന്നോട് കൂടുതൽ പരിചയപ്പെടുവാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. 18 ഗോൾഫ് ലിങ്ക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ മണിമാളിക പോലെയുള്ള വീട്. എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ബഹുമാനവും സ്നേഹവും ഞാൻ വാസ്തവത്തിൽ മറ്റാരിൽ നിന്നും അനുഭവിച്ചിട്ടില്ല. അത്രമാത്രം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അദ്ദേഹത്തെ, ഈ രാമക്ഷേത്രം എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെയാണ് ആദ്യം ഓർക്കുന്ന. കാരണം ഒരു ഈസ്റ്റർ ദിവസം രാവിലെ അദ്ദേഹം അത് പതിവ് പോലെ ഒരു വലിയ ബൊക്കെ എനിക്ക് കൊടുത്തു വിട്ടു. അതിനകത്ത് കാർഡുമുണ്ട്, സ്നേഹാദരവുകൾ വളരെ വിശാലമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ മകളും പറഞ്ഞു, ഇന്ന് പള്ളിയിൽ പോകുന്നതിന് പകരം വിഷ്ണു ഹരിതാൽമിയെ സന്ദർശിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൂടെ ആകട്ടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ചെന്നു. അദ്ദേഹം വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, അപ്പം എന്നെ ഫാദർ എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു, ഫാദർ, അയോധ്യ രാമക്ഷേത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമായ അജണ്ട അല്ല. ഞാനൊരു രാം ഭക്താണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഞാൻ ആത്മാർത്ഥമായി ശ്രീരാമനെ ആരാധിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് എനിക്ക് ലോകത്തിൽ ഏതെങ്കിലും ഒരു ആശ അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാമക്ഷേത്രം പണിത് കാണണം എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീരാമൻ ഭഗവാനാണെങ്കിൽ എങ്ങനെയാണ് അയോധ്യയിൽ മാത്രം ഒതുക്കാൻ സാധിക്കുന്നത്? നമ്മൾ ശ്രീരാമനെ മര്യാദ പുരുഷോത്തം എന്നാണ് വിശേഷിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ നീതിബോധത്തിൻ്റെ, റൈച്ചിയസ്നെസ് എന്ന വാക്കാണ് ഏറ്റവും കറക്റ്റ്. ഗോഡ് ഓഫ് റൈച്ചിയസ്നെസ്, അത്യുന്നതമായ നീതിബോധം, ദൈവികമായ നീതിബോധത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ശ്രീരാമൻ. അങ്ങനെയെങ്കിൽ അത് സാർവലൗകികമായ ഒരു വലിയ മൂല്യമാണ്. അത് അയോധ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഞാൻ അദ്ദേഹത്തെ വിഷ്ണുജി എന്നാണ് വിളിച്ചോളൂ. ഞാൻ പറഞ്ഞു, വിഷ്ണുജിയെ പോലെയുള്ള ഒരാൾ പറയേണ്ടത് അയോധ്യയിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക എന്നല്ല നമ്മുടെ ലക്ഷ്യം. ഈ ഭാരതത്തെ മുഴുവനും ഒരു രാമക്ഷേത്രമായി നമുക്ക് വീണ്ടും നിർമ്മിക്കണം. എന്താണ്? ദൈവീകമായ നീതിബോധത്തിൽ അധിഷ്ഠിതമായ, ഫൗണ്ടഡ് ഓൺ ദ റൈച്ചിയസ്നെസ് ഓഫ് ഗോഡ് ആസ് മാനിഫെസ്റ്റഡ് ഇൻ ലോർഡ് റാം. ആ ഒരു ദർശനമാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ എനിക്കും താങ്കളുടെ കൂടെ നിന്ന് ഇതിനു വേണ്ടി ശ്രമിക്കുവാനും അത് ആഡ്വക്കേറ്റ് ചെയ്യാനും ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ചിന്താകുലനായി അല്പനേരം ഇരുന്നത്, ആ മുഖം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എന്നാലും രാമക്ഷേത്രം പണിത് കാണുവാൻ വിഷ്ണു ഹരിതാൽമയ നിന്നില്ല. അദ്ദേഹം മരിച്ചുപോയി. ഞാൻ ആ വലിയ മനസ്സിൻ്റെ മുൻപിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇനിയും ഈ ആശയം, അതായത് മര്യാദ പുരുഷോത്തം രാം, അതിന് ആത്മീയമായ ഒരു ചായ്വ് നൽകി രാഷ്ട്രീയത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഒരു മോണോത്തീസ്റ്റിക് ന്യൂ ഹിന്ദുവിസം, മറ്റെല്ലാ ദൈവങ്ങളും ഏതാണ്ട് മങ്ങിപ്പോയി, അവിടെ പ്രഭ, ഈ വിളക്കിലെ എണ്ണ തീരുമ്പോൾ വിളക്ക് മങ്ങിക്കെട്ട് പോകുന്നത് പോലെ, മറ്റുള്ള ദൈവങ്ങളുടെ പ്രഭ ഏതാണ്ട് ഇല്ലാതെയാകുന്നത് പോലെയും ലോർഡ് റാം മാത്രം ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഏതാണ്ടൊരു മോണോത്തീസ്റ്റിക് ഏകദൈവ വിശ്വാസത്തെ പോലുള്ളൊരവസ്ഥ. ഞാനത് വിമർശനാത്മകമായിട്ടല്ല പറയുന്നത്. മറ്റ്
വിശ്വാസങ്ങളിൽ ചെയ്യുന്ന ആളുകൾ അവരുടെ വിശ്വാസത്തെ പ്രകാരം മനസ്സിലാക്കുന്നുവെന്നും അത് സ്ട്രക്ചർ ചെയ്യുന്നുവെന്നും ഒരിക്കലും എൻ്റെ പ്രശ്നമല്ല, ഞാനതിൽ കൈകടത്താറില്ല. പക്ഷേ ഇത് രാഷ്ട്രീയമായ ഒരു അവതാരമാണ് ഇപ്പോഴുള്ളത് എന്നുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ രാഷ്ട്രീയമായ തലത്തെ സ്പർശിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു അമ്പലം, ആ അമ്പലത്തിൻ്റെ പണിയിൽ ഏറ്റവും പ്രകടമായി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്, ശ്രീ നരേന്ദ്രമോദിയാണ്. അതും ഞാൻ പരാതിയായിട്ടല്ല പറയുന്നത്, ഒരു ഒബ്സർവേഷൻ എന്ന നിലയിൽ പറയുകയാണ്. അപ്പോൾ ഈ അമ്പലം പണിയുന്നത് ഇത് യഥാർത്ഥത്തിൽ രാമക്ഷേത്രമാകണമെങ്കിൽ ഇത് മോദി വിഭാവന ചെയ്യുന്ന നവഭാരത്, പുതിയ ഭാരതം, പഴയ ഭാരതം പൊളിച്ച് പുതിയൊരു ഭാരതം പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഴയതിനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആളല്ല, എന്നാൽ പുതുമയെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ആളുമല്ല. നാം ഒരു ചുവട് മുൻപോട്ട് വെക്കുമ്പോൾ അത് മുൻപോട്ടുള്ള പ്രയാണമായിരിക്കണം, പുറകോട്ടുള്ള വലിവാകരുത് എന്ന് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പുരോഗതി വേണ്ടത് ഭൗതികമായ പുരോഗതിയല്ല. ഇപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ, ദ പ്രിയാമ്പിൾ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ 4 മൂല്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നീതി, ഏറ്റവും ആദ്യം പറയുന്നത് നീതിയാണ്. നീതി, സമത്വം, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, 4 മൂല്യങ്ങൾ. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. ഈ 4 അടിസ്ഥാന മൂല്യങ്ങൾ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന, അതപ്പോൾ മതപരമായ കാര്യമല്ല, ഇവിടെ മതമല്ല പറയുന്നത്, ഞാൻ രാഷ്ട്രീയമായ മീമാംസയാണ് പറയുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ ദർശനമാണ് പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ദർശനമാണ് പറയുന്നത്. ഈ 4 മൂല്യങ്ങൾ 4 പില്ലറുകളായി, തൂണുകളായി നമുക്ക് ഭാരതമെന്ന് പറയുന്ന ഈ ആരാധനാലയം സൃഷ്ടിക്കണം. Rebuild India as a temple with these 4 constitutionally recognized fundamental values of universal significance. അങ്ങനെ ഇന്ത്യ ആകമാനം ഒരു അമ്പലമാകണം എന്നത് എൻ്റെ സ്വപ്നമാണ്. അതിന് അമ്പലമെന്ന് വിളിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതിനെ ആര് തെറ്റിദ്ധരിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ പറയുന്നത് രാഷ്ട്രീയമല്ല എന്ന് അല്പം വിവരമുള്ളവർക്ക് മനസ്സിലാകും. വിവരദോഷികൾ എന്ത് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അജണ്ടയോട് എനിക്ക് സമരസപ്പെടുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ്. ആ യുക്തി നിങ്ങളോട് പങ്കിടുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. യേശു എന്ത് പറഞ്ഞു? നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവൻ ഭാഗ്യവാൻ, അല്ലേ? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെ നിനക്ക് കിട്ടും. ആ നീതിബോധമാണ്, ആ നീതിബോധത്തിൻ്റെ ചരിത്രാതീത ആവിഷ്കാരമാണ് ഭഗവാൻ രാമൻ, ശ്രീരാം, മര്യാദ പുരുഷോത്തം. ഈ മര്യാദ എന്ന വാക്ക് സാൻസ്ക്രിറ്റ് വാക്കാണ്, നിങ്ങൾക്കറിയാം. മര്യാദയുടെ അർത്ഥം, സാൻസ്ക്രിറ്റ് അർത്ഥം, അതിരുകൾ മുറിച്ച് അതിക്രമം പ്രവർത്തിക്കാത്തവൻ. എ പേഴ്സൺ ഹു ഫങ്ഷൻസ് വിതിൻ ദ ലിമിറ്റ്സ് ഓഫ് റൈച്ചിയസ്നെസ്. ഈ റൈച്ചിയസ്നെസ് എന്ന് പറയുന്ന നീതിബോധം മാത്രമല്ല, ഉന്നതമായ നീതിബോധം. ഗോഡ്സ് റൈച്ചിയസ്നെസ് ഈസ് ഫാർ അബവ് മാൻസ് ജസ്റ്റിസ്. അതൊക്കെ പ്യൂർ ക്രിസ്ത്യൻ വേദപുസ്തക ദർശനത്തിനോട് തന്നെയാണ്. നാം ദൈവത്തിൻ്റെ നീതി എപ്പോഴും റൈച്ചിയസ്നെസ് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ഗോഡ്സ് റൈച്ചിയസ്നെസ്. മനുഷ്യൻ്റെ നീതിബോധം നിയമത്തെ ആസ്പദമാക്കിയാണ്. ദൈവത്തിൻ്റെ റൈച്ചിയസ്നെസ് നിയമത്തെ ആസ്പദമാക്കിയല്ല, പിന്നെ സ്നേഹത്താൽ പ്രേരിതമാണ്, സ്നേഹ അധിഷ്ഠിതമാണ്. 2 വ്യത്യസ്തമായ നീതിബോധം. ഒന്ന് നിയമത്തിൽ കൂടെ ഉത്ഭവിക്കുന്നതും നിയമത്താൽ നിലനിൽക്കുന്നതുമായ നീതിബോധം, അല്ലെങ്കിൽ നിയമം കൊണ്ട് പ്രാബല്യത്തിൽ വരുത്തുന്ന നീതിബോധം. അത് ലോകത്തിൻ്റെ നീതിബോധമാണ്. അതിൽ വലിയ വലിയ അപാകതകളുണ്ടാകും. ഉച്ചനീചത്വങ്ങൾ എപ്പോഴും അതിനെ ഭരിച്ചുകൊണ്ടിരിക്കും. പാവപ്പെട്ടവർ നീതി കിട്ടുക വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച്
പണവും സ്വാധീനമുള്ള ആളുകൾക്കെതിരെ ലോകത്തിലെവിടെ പോയാലും മനുഷ്യനിർമ്മിതമായ നീതിന്യായ വ്യവസ്ഥിതിയിൽ പാവപ്പെട്ടവർക്ക്, അശരണരായ ആളുകൾക്ക്, ബലഹീനരായ ആളുകൾക്ക് നീതി കിട്ടുക നന്നേ പ്രയാസമാണ്. എന്നാൽ മറ്റൊരു നീതിബോധമുണ്ട്. അത് സ്നേഹത്തിൽ കേന്ദ്രീകൃതമാണ്. ദൈവസ്നേഹം നീതിയെ പ്രസവിക്കുന്നു. അപ്രകാരമുള്ള നീതി അന്വേഷിക്കണമെന്നാണ് യേശു പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഹിന്ദുമതത്തെപ്പറ്റി വലിയ അറിവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയാറില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നത്, ആ ദൈവികമായ നീതിബോധത്തിൻ്റെ ചരിത്രാതീത ആവിഷ്കാരമാണ് ശ്രീരാമൻ എന്നുള്ളതാണ്. ആ നീതിബോധം ഭാരതത്തിന് വളരെ ആവശ്യമാണ്. കാരണം B.R. അംബേദ്കർ പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനതകൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും മേളിൽ നിൽക്കുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്താണ്? സാമൂഹ്യ, സാംസ്കാരിക, മതപരമായ ബലഹീനത എന്താണ്? അസമത്വം, ഇനീക്വാളിറ്റി. ഈ സമത്വത്തെ ആസ്പദമാക്കിയ ഒരു സമീപനം, ഒരു സംവിധാനം, ഒരു ലോകദർശനം ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ സ്വീകാര്യമായിരുന്നില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്നത് നീതിബോധം. ഈ നീതിബോധം ഉണ്ടാകണമെങ്കിൽ സമത്വം ഉണ്ടാകണം. നീതി സമത്വത്തിൽ വേറിട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദർശനമാണ് ഭാരതത്തിന് വേണ്ടത്. ആ ദർശനം ആത്മീയമായി മാത്രമേ സഫലീകരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ലൗകികമായ സമീപനത്തിൽ ഒരിക്കലും ദൈവികമായ നീതി പാലിക്കപ്പെടുന്ന ഒരു സംവിധാനം സാധ്യമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നാം രാഷ്ട്രീയത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉയരേണ്ടത്? മനുഷ്യനിർമ്മിതവും മനുഷ്യനാൽ പ്രാബല്യത്തിൽ വരുന്നതുമായ നിയമത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന നീതിബോധം കൊണ്ട് മനുഷ്യത്വത്തിന് വേണ്ടതുപോലെയുള്ള സഹായമോ സംരക്ഷണമോ ലഭിക്കുകയില്ല. അത് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെങ്കിൽ, മാർജിനലൈസ് ആയിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്ക് നീതി ലഭിക്കണമെങ്കിൽ, ബലഹീനരായ, സാമൂഹ്യ സാമ്പത്തിക പരാധീനതയിൽ ആണ്ടുകിടക്കുന്ന, സഹസ്രാബ്ദങ്ങളായി അടിമത്വത്തിൻ്റെ ഭാരം വഹിക്കുന്ന ആളുകൾക്ക് നീതി ലഭിക്കണമെങ്കിൽ മാനുഷികമായ ഈ ഒരു തട്ടത്തിൽ നിന്ന് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഇത് സംഭവിക്കുകയില്ല. അതിനെ അതിജീവിക്കുന്ന ആ നീതിബോധം ഉണ്ടാകണം. ആ നീതിബോധത്തെ ചിത്രീകരിക്കുന്നതാണ് ഭഗവാൻ രാമൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഇത് കേൾക്കുന്ന എൻ്റെ ഹിന്ദു സഹോദരങ്ങൾ ദയവായി എന്നെ തിരുത്തുക. ആരെപ്പറ്റിയും ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതേ നീതിബോധത്തെയാണ് കർത്താവ് യേശു ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ മുഖമുദ്രയായി അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശ്രീരാമനിൽ പറയുന്ന മര്യാദാ പുരുഷോത്തം എന്ന ആശയവും യേശു ലോകത്തിൽ പ്രാവർത്തികമാക്കിയ, അത് ഇൻകാർണേറ്റ് ചെയ്ത ദൈവത്തിൻ്റെ നീതി അതെത്ര വലുതാണ്. അതായത് ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്കും വിടുതലിനും അനുഗ്രഹത്തിനും വേണ്ടി സ്വന്തം ജീവനെ കാൽവരി ക്രൂശിൽ ത്യാഗമായി അർപ്പിക്കുന്ന ആ മര്യാദാ പുരുഷോത്തം, അതായത് മനുഷ്യൻ്റെ, ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം അന്ന് നിലവിലിരുന്ന നിയമത്തിൻ്റെ അതിരുകൾ ലംഘിക്കുവാൻ മടിച്ചു. അദ്ദേഹം വനവാസത്തിന് പോയി. എന്നാൽ യേശു അതിൽ നിന്ന് അപ്പുറത്ത് കടന്നിട്ട് നിയമത്തെ ലംഘിച്ചില്ല എന്ന് മാത്രമല്ല, നിയമത്തിന് അതീതമായി ലോകത്തിലൊരു നിയമവും നീ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, പറയാൻ സാധ്യമല്ല. മനുഷ്യജാതിയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ അർപ്പിക്കുന്നു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നീതിയെ മനുഷ്യ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ച ഏക വ്യക്തി യേശുവാണ്. ഇത് ഞാനൊരു മതപരമായ, വർഗീയമായ വികാരത്തുള്ളിൽ എടുത്ത് പറയുന്ന കാര്യം, അവകാശവാദമൊന്നുമില്ല. അത് പച്ച പരമാർത്ഥമാണ്. കൊണ്ട് പറയാൻ എനിക്കൊരു മടിയൊന്നുമില്ല. ആ ഒരു നീതിബോധവും ഹിന്ദു മത, സാമൂഹ്യ, സാംസ്കാരിക, ധാർമ്മിക ബോധം സ്വപ്നം കണ്ട ആ വിഭാവനയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന മര്യാദാ പുരുഷോത്തം ശ്രീരാമും ഭാരതത്തിൻ്റെ നവഭാരതത്തിൻ്റെ വെളിച്ചങ്ങളായി പ്രശോഭിക്കുന്നതാണ് ഈ രാജ്യത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് ഞാൻ പറയുന്നത്.
അതിനുതകുന്ന വിധത്തിൽ ഒരു അയോധ്യ രാമക്ഷേത്രം പണിതാൽ ഞാനതിൽ സന്തോഷിക്കും. എന്നാൽ അതൊരു രാഷ്ട്രീയമായ മുഷ്ടിയുരുട്ടിയുള്ള ഇടിയാണെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് അതൊരു പരിതാപകരമായ ആത്മീയമായ അന്ധകാരം കൊണ്ട് ചെയ്ത ഒരു ആക്രോശമായിട്ട് മാത്രമേ, എത്ര മഹനീയമായി സൃഷ്ടിച്ചാലും അത് സംബന്ധിച്ച് എന്തെല്ലാം ഉപാധികൾ ഉണ്ടാക്കിയാലും ഞാനതിനെ കാണുകയുള്ളൂ. അങ്ങനെ മാത്രമേ എനിക്ക് കാണാൻ സാധ്യമാകുകയുള്ളൂ. എന്നാൽ അങ്ങനെ ആകാതിരിക്കട്ടെ. ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിൽ കൂടെ ഭഗവാൻ ശ്രീരാമൻ ഭാരത മനസാക്ഷിയിൽ പുനഃസ്ഥാപിക്കപ്പെടുകയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഈ മര്യാദ പുരുഷോത്തം എന്ന് പറയുന്ന, അതായത് എല്ലാ വ്യക്തികളും നീതിബോധത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാവൂ, അതിരുകടന്നാരും അക്രമാസക്തരാകുകയോ മറ്റുള്ളവരെ പീഡിപ്പിക്കുകയോ അവരുടെ അവകാശങ്ങൾ പിടിച്ചു പറിക്കുകയോ അവരെ ഭയപ്പെടുത്തി അടിമകളാക്കുകയോ അവരുടെ അവസരങ്ങൾ അവരുടെ അവകാശങ്ങൾ അവരിൽ നിന്ന് പിടിച്ചു പറിക്കുകയോ ചെയ്യരുത്. എല്ലാവർക്കും നീതി തുല്യ അവകാശമാണ്. അതിനുവേണ്ടി ഒരു ജനതയുടെ നേതാവായ ഞാൻ, ഭഗവാൻ ശ്രീരാം, വനവാസം ചെയ്യേണ്ടി വന്നാൽ ഞാനത് ചെയ്യും. അതിനുവേണ്ടി എന്തു വിലയും ഞാൻ കൊടുക്കും. അതാണ് എൻ്റെ അർത്ഥം. ഈ രാജ്യത്ത്, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ജനത്തിന് എല്ലാവർക്കും നീതി ലഭിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ ഏറ്റവും കഷ്ടതയിലാക്കേണ്ടി വന്നാലും, അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാനത് സ്വമേധയാ സ്വീകരിക്കും എന്ന നിലപാടാണ് ഒരു നേതാവ് എടുക്കേണ്ടത് എന്നതിൻ്റെ കൃത്യമായ, അല്പം പോലും ആശങ്കയ്ക്കോ സംശയത്തിനോ വഴിയിടാതെ, മാർജിനിടാതെ ഉള്ള ഒരു അടയാളപ്പെടുത്തലാണ് ഭഗവാൻ ശ്രീരാം. അതുകൊണ്ട് ആ ഒരു വലിയ ആത്മീയ ദർശനത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു മഹനീയമായ അമ്പലം പണിയുമ്പോൾ അത് വെറുമൊരു പണിക്കാരുടെ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെ അല്ലെങ്കിൽ കോൺട്രാക്ടറുടെ അല്ലെങ്കിൽ അതിന് പണം കൊടുക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അതുകൊണ്ട് രാഷ്ട്രീയം കൊയ്യാം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ മിടുക്കായിട്ടല്ല. അങ്ങനെ അതിനെ ചിത്രീകരിച്ചാൽ ഭഗവാൻ ശ്രീരാമനോട് ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും, ഹിന്ദുമതത്തോട് ആകപ്പാട് ചെയ്യുന്ന അപമാനമായിരിക്കും എന്നൊരു വലിയ അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചരിത്രത്തിൽ വലിയ വലിയ ആരാധനാലയങ്ങൾ മുഴുവനും എപ്പോഴും രാഷ്ട്രീയമായിരുന്നു. യെരുശലേം ദേവാലയം യഹൂദൻ്റെ അഭിമാനവും അവൻ്റെ നിഗളവും, എന്താണ് പറയുന്നത്, അഹങ്കാരവുമായിരുന്നു യെരുശലേം ദേവാലയം. ആരാണ് പണിയിപ്പിച്ചത്? രാജാവാണ്. രാജാവിൻ്റെ അടുത്ത് ദൈവം ഇരിക്കണമെന്നുള്ളത് രാജാവിൻ്റെ താല്പര്യമാണ്. കാരണം ദൈവത്തിൻ്റെ അധികാരം കൂടെ കടമെടുത്തെങ്കിലേ രാജാവിൻ്റെ അധികാരം സാധാരണ പരിധിക്ക് അപ്പുറത്ത് കൊണ്ടുപോകാൻ സാധ്യമാകുകയുള്ളൂ. ഇതെല്ലായിടങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ രാജാക്കന്മാരും നടത്തിയ പരിപാടിയാണ്. അതുകൊണ്ടാണ് രാജാവും ദൈവവും ഒന്നാണ്. രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ. ലോകത്തിൽ രണ്ട് തരത്തിലുള്ള പ്രതിപുരുഷന്മാർ ദൈവത്തിനുണ്ട്. കഷ്ടം, പാവം ദൈവം. ഒന്ന് പുരോഹിതൻ, മെത്രാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. രണ്ട് രാജാവ്. ഇവരിൽ ആരാണ് ഏറ്റവും ആധികാരികമായ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് ചോദിച്ചാൽ രാജാവാണെന്ന് പറയേണ്ടി വരും. എന്ത് ചെയ്യാനാണ്? അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഇപ്പോൾ. അപ്പം അതുകൊണ്ട് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതിൽ തന്നെ ഒരു ലക്ഷ്യമാണ് എന്ന് ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന ഹിന്ദു സമൂഹം കാണുകയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന. ഇത് കേരളത്തിൽ, ഭാരതത്തിൽ പൊതുവായി ഒരു ആധ്യാത്മിക ധാർമ്മിക പുനരുത്ഥാനം ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു രാജ്യം ഇതാ തന്നെ സമർപ്പിക്കുന്നു. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 4 അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഒരു വിധത്തിലും കോട്ടം വരാത്ത വിധത്തിൽ അതിനെ ഏറ്റവും പൂർണ്ണമായി ആദരിക്കുകയും പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ദർശനവും ഒരു ഭരണഘടനാ സംസ്കാരവും ഭാരതത്തിൽ ഉടലെടുക്കാൻ പോകുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണെങ്കിൽ ഞാനതിനെ ശിരസ നമിച്ചുകൊണ്ട് സ്വീകരിക്കും. അത് നല്ലതാണ്, നല്ലതാണ്, നല്ലതാണ് എന്ന് വിളിച്ചു പറയേണ്ടി വരും. അതേസമയം തന്നെ എനിക്ക് മറക്കാൻ വയ്യാത്തൊരു കാര്യം,
ഈ രാമക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് പണ്ടൊരു മുസ്ലിം ദേവാലയം ഇരുന്നു എന്നതും കൂടെയാണ്. അവിടെ ഭാരതത്തിൻ്റെ ഉച്ചന്യായ കോടതി നടത്തിയ ഒരു നീതിന്യായ അഭ്യാസം അത് സതുദ്ദേശത്തോടു കൂടെയാണ് എന്ന് ഞാൻ വിശ്വസിച്ചാൽ പോലെയും അതെപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് പറയുന്നുള്ളൂ. ഏതായാലും ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഒരു വലിയ അമ്പലം പണിയതുകൊണ്ട് ആ അമ്പരചുംബിയായ സ്വർഗത്തിൻ്റെ പടിവാതിക്കൽ വരെ തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ അമ്പലം പണിതതുകൊണ്ട് ഏതെങ്കിലും ഒരു മതസമൂഹത്തിന്, ഒരു വിശ്വാസ പാരമ്പര്യത്തിന് ഒരു കടുകുമണിയുടെ ഗുണം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മനുഷ്യന് നന്മ വരുന്നത് മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങൾ കയറി കണ്ണടച്ചിരിക്കുമ്പോഴല്ല, പിന്നെയോ ജീവിക്കുന്ന ദൈവത്തോടുള്ള അവൻ്റെ അനുദിന ബന്ധത്തിൽ. മനുഷ്യൻ്റെ അറിവിനെയും നീതിബോധത്തെയും യാഥാർത്ഥ്യബോധത്തെയും കവച്ചു വെക്കുന്ന ദൈവീകമായ ആ കാഴ്ചപ്പാടനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയും അതുപോലെ അവൻ്റെ വ്യക്തിത്വം വളരുന്നതുകൊണ്ട് അവൻ ലോകത്തിൻ്റെ വെളിച്ചമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഒരു നേട്ടം വേണ്ട, ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ, സ്പിരിച്വൽ പോട്ടെ, ഒരു സാമൂഹ്യമായ നന്മ ലോകത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. മനുഷ്യൻ്റെ ഉള്ളാണ് ദൈവത്തിൻ്റെ ആലയം. യേശു പറഞ്ഞു ദൈവരാജ്യങ്ങളുടെ ഉള്ളിലാണ്. അതാണ് ദർശനം. അങ്ങനെ മനുഷ്യന് ദൈവീകമായ മൂല്യങ്ങളെ ഉള്ളിൽ വഹിക്കുവാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണ്, ഗതികേട് കൊണ്ടാണ് ദൈവത്തിന് വസിക്കാനായിട്ടൊരു വീട് അവിടെ പണിത് കൊടുക്കാമെന്ന് പറയും. അതിനേക്കാൾ വലിയ മണ്ടത്തരം ലോകത്തിലില്ല. അതേത് മതത്തിലാണെങ്കിലും അത് ദൈവത്തെ പരിമിതപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റി നമ്മളെ ശല്യം ചെയ്യാതെ ഇന്ന് അവിടെ നിനക്കിരിക്കാനൊരു സ്ഥലം ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സൈക്കോളജി മാത്രമാണിത്. ഇത് ദൈവികമായ ഒരു നേട്ടവുമില്ല. ഞാൻ ഒരു മതത്തെ പരാമർശിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ഏത് മതത്തിലാണെങ്കിലും നാം ദൈവം സർവ്വവ്യാപിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തെ മനുഷ്യനിർമ്മിതമായ ഒരു കെട്ടിടത്തിൽ ഒതുക്കാമെന്ന് ആരും വിചാരിക്കരുത്. അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ അഭ്യർത്ഥന. അതുകൊണ്ട് ഭാരതത്തിന് നന്മ വരട്ടെ. കാരണം 145 കോടി ആളുകൾ വസിക്കുന്ന ഈ ഭാരതം, ഇവിടെ ദൈവീകമായ അനുഗ്രഹം വലിയ മഴ പോലെ, പെരുവെള്ളം പോലെ പാഞ്ഞു വന്നെങ്കിൽ മാത്രമേ അങ്ങ് ദൂരെ നിൽക്കുന്ന പാവപ്പെട്ടവന് 2 ആഹാരം പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ പാവപ്പെട്ടവന് വേണ്ടി കരുതുകയും അശരണർക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്ന, മനുഷ്യത്വത്തെ മാനിക്കുന്ന, നിഗൂഢമായ മർമ്മങ്ങളിൽ ആരംഭിച്ച് നിഗൂഢമായ മർമ്മങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്ന ഈ അനശ്വരമായ ജീവിതത്തിൽ, ദ ഫ്ലീറ്റിംഗ് ലൈഫ് ബിറ്റ്വീൻ 2 ടെർമിനൽസ് ഓഫ് ഇൻസ്ക്രൂട്ടബിലിറ്റി, അതിനിടെ മനുഷ്യൻ അഹങ്കരിക്കരുത്. നിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നീ അറിയുന്നില്ല. നീ എവിടെ ചെന്നെത്തുമെന്ന് നീ അറിയുന്നില്ല. സനാതനമായ ആത്മീയ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ മനുഷ്യൻ അവനെ തന്നെ അടിയർ വെക്കുകയാണ് ചെയ്യേണ്ടത്. നിഗളിക്കരുത്. നിഗളം വലിയ പതനത്തിലേക്കുള്ള വഴി ഒരുക്കുക മാത്രം ചെയ്യും. യാഥാർത്ഥ്യങ്ങൾ എപ്പോഴും ഇതുപോലെ നിൽക്കുകയില്ല, മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് ലോകത്തിൻ്റെ നിയമമാണ്. ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ ദി ഓൺലി കോൺസ്റ്റൻറ്റ് ഈസ് ചേഞ്ച്. അത് ഗ്രീക്ക് സംസ്കാരത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയെ ഒരു ചക്രം, അത് വയസ്സിയായ സ്ത്രീ കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രം, എ വീൽ വിച്ച് ഈസ് കോൺസ്റ്റൻ്റ്ലി ടേൺഡ് ബൈ ആൻ ഓൾഡ് വുമൺ. അതിൻ്റെ സർക്കംഫറൻസിൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മേളിനോടടുക്കുമ്പോൾ ആളുകൾ നിഗളിച്ചു തുടങ്ങും. മേളിലെത്തുമ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കും, ഞാനിനി ആർക്കും എന്നെ തൊടാൻ കഴിയുകയില്ല. അടുത്ത മൊമെൻറ്റ് വരുമ്പോൾ താഴോട്ട് വീഴും, പോയി. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെന്നാണ് യവന സംസ്കാരത്തിൻ്റെ ദർശനം. അത് ഭാരത സംസ്കാരത്തിലുമുണ്ട്. നമുക്കറിയാം, തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളികപ്പുറത്തിരിക്കുന്ന മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നൊക്കെ നമുക്കും കവിതയുണ്ടല്ലോ. ഏതായാലും
ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ അവയെ ചിന്തയ്ക്ക് വിധേയമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സമ്പത്തുണ്ടാകും. അതെങ്കിലും ആകട്ടെ ഇതുകൊണ്ട് ഒരു നേട്ടം. എല്ലാവർക്കും വന്ദനം.